ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രതാപൻ്റെ വീടാണ്. യാമിനിക്കുള്ള ഗുളികയുമായിട്ട് മുറിയിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് അംബിക. തുടർന്ന് ഋതിക അംബികയെ തടഞ്ഞു നിർത്തുന്നു. എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ യാമിനിക്കുള്ള ഗുളിക കൊടുക്കാനായി പോവുകയാണെന്ന് അംബിക പറയുന്നു. എന്നാലേ ഇന്ന് ഗുളിക ഞാൻ കൊടുത്തോളാം. തുടർന്ന് അംബികയുടെ കയ്യിൽ നിന്ന് ബലമായി ആ ഗുളിക പിടിച്ച് വാങ്ങിക്കുകയാണ് ഋതിക. മര്യാദയ്ക്ക് ഗുളിക തരാനായി അംബിക പറയുമ്പോൾ തരില്ലടി അംബികയെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ഋതിക. അത്രയും പറഞ്ഞുകൊണ്ട് ഋതിക യാമിനിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ മാറാതെ നിൽക്കുകയാണ് അംബിക. അതേസമയം യാമിനി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മോളെ, എനിക്കാകെ തലവേദന എടുത്തിട്ട് വയ്യ. അംബിക ചേച്ചിയാ എനിക്കിതുവരെ ഗുളിക തന്നുകൊണ്ടിരുന്നത്. നീ ഇടത്തിരുത്ത് പോയി ഗുളിക വാങ്ങിക്കൊണ്ട് വരാവോ? യാമിനി ചോദിക്കുമ്പോൾ ആ ഗുളിക ഇനി മുതൽ കഴിക്കേണ്ടെന്നും ഞാൻ തരുന്ന ഗുളിക കഴിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് യാമിനിയുടെ കയ്യിലേക്ക് വേറെ ഗുളിക കൊടുക്കുകയാണ് ഋതിക. അതേസമയം അപ്പോൾ യാമിനിക്കുള്ള കഞ്ഞിയുമായി വരികയാണ്. എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് യാമിനി പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് അപ്പവും ഋതികയും ചേർന്ന് യാമിനിക്ക് കഞ്ഞി കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ കുടുംബം മുഴുവൻ ശേഖരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതേസമയമാണ് പ്രതാപനും രാജുവും കൂടി താഴേക്ക് ചെല്ലുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ വന്നപ്പോൾ എനിക്ക് പാതി സമാധാനമായിട്ടുണ്ടെന്ന് പ്രതാപം പറയുന്നു. തുടർന്ന് രാധമ്മയോടും വേണുവിനോടുമൊക്കെ ഇന്ന് തന്നെ പോകരുതെന്നും ഒരു ദിവസം ഇവിടെ നിന്നിട്ട് വേണം പോകാനെന്നും പ്രതാപം പറയുമ്പോൾ എന്താണെങ്കിലും അവർ ഉടനെയൊന്നും പോകില്ലെന്ന് സരസ്വതിയും പറയുന്നു. അങ്ങനെ പ്രതാപം മീറ്റിങ്ങിനായി അവിടെ നിന്ന് പോകുമ്പോൾ കൊച്ചമണി തൻ്റെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് രാധമ്മ ശേഖരനോട് യാമിനി പെട്ടെന്ന് തന്നെ ശരിയാകുമെന്ന് പറയുമ്പോഴേക്കാണ് ഋതിക അങ്ങോട്ടേക്ക് വരുന്നത്. ആരും ടെൻഷനൊന്നും അടിക്കണ്ട, യാമിനി ചെറിയമ്മ പെട്ടെന്ന് തന്നെ ശരിയായിക്കോളും. അത്രയും പറഞ്ഞുകൊണ്ട് ജയനെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ് ഋതിക. തുടർന്ന് ജയനോട് അംബിക തന്ന ആ ഗുളിക കൊണ്ടുപോയി തൻ്റെ കൂട്ടുകാരിയായ ഡോക്ടർ ശ്രുതിയെ കാണിക്കാനും എന്തിൻ്റെ മരുന്നാണെന്ന് അറിഞ്ഞിട്ട് വരാനുമായി പറഞ്ഞയക്കുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഋതികയാണ്. അതേസമയമാണ് അംബിക അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നിന്നെ ഞാൻ നേരത്തെ വെറുതെ വിട്ടത് അവരൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ്. നീ നേരത്തെ എന്നെ എടീന്ന് വിളിച്ചല്ലേ എന്ന് അംബിക ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചതല്ലല്ലോ എന്നും നിങ്ങൾ എന്നെ കൊണ്ട് മനഃപൂർവ്വം വിളിപ്പിച്ചതല്ലേ എന്നും ഋതിക ചോദിക്കുന്നു. നിങ്ങളോടുള്ള കണക്കെല്ലാം ഞാൻ വീട്ടാൻ പോകുന്നതേ ഉള്ളൂ അംബികെ. പക്ഷേ പഴയ കണക്കുകളൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. എന്താണെങ്കിലും നിങ്ങളിപ്പോൾ യാമിനി ചെറിയമ്മയെ ഭ്രാന്തിയാക്കാൻ നോക്കിയില്ലേ, അതിന്റെ കടമാണ് ഞാൻ തീർക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന അംബിക ഋതികയെ തല്ലാനായി കൈവങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അംബികയുടെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ് ഋതിക. അതേസമയം ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ദീപക് ഋതികയെ തല്ലാനായി കൈവങ്ങുമ്പോൾ എന്നെ തൊട്ടുപോയാൽ നിന്റെ കൈയും കാലം ഞാനിങ്ങെടുക്കുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഋതിക. പിന്നീട് കാണിക്കുന്നത് ജയൻ ഋതികയുടെ കൂട്ടുകാരിയെ ഡോക്ടറിനെ അടുത്ത് കൊണ്ടുപോയി ആ മെഡിസിൻ കൊടുത്തിട്ട് തിരിച്ചു വരുന്നതാണ്. അതേസമയം അംബികയുടെ കഴുത്തിൽ ഹോട്ട് ബാഗ് വെച്ച് കൊടുക്കുകയാണ് ദീപക്. എന്നാലും അമ്മേ, എന്തൊരു പിടുത്തമാ അവൾ പിടിച്ചതെന്ന് ദീപക് ചോദിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് എല്ലാം നിർത്തി പോകാമെന്ന് ദീപക് പറയുമ്പോൾ അതൊന്നും പറ്റില്ലെന്നും ആ മഹാദേവർമ്മയെ തീർത്ത പോലെ തന്നെ പ്രതാപിനെ തീർക്കും ഞാനെന്നും എന്നിട്ട് വേണം എനിക്കിവിടെ ജീവിക്കാനെന്നും അംബിക തീർത്ത് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് യാമിനിയെ കാണാനായി ചെന്നിരിക്കുന്ന രാധമ്മയും പ്രിയയുമാണ്. തുടർന്ന് യാമിനി എഴുന്നേൽക്കുന്നു. ക്ഷീണമാണെന്ന് പറഞ്ഞ് വീണ്ടും ഇത്തിരി ജ്യൂസ് കുടിച്ചിട്ട് കിടക്കുന്ന യാമിനിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കൊച്ചുമണിയും സരസ്വതിയും കൂടി എന്തൊക്കെയോ പഴയ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതേസമയം ഹോസ്പിറ്റലിൽ ഗുളിക ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഡോക്ടർ ഋതികയെ വിളിക്കുകയാണ്. ഋതിക, യാമിനിക്ക് അവർ കൊടുത്തിരുന്ന മെഡിസിൻസ് മെന്റൽ ഷോക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഗുളികകളായിരുന്നു. യാമിനി എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്തിക്കണമെന്നും ഒട്ടും താമസിക്കരുതെന്നും ഡോക്ടർ പറയുന്നു. അവര് ഇപ്പൊ കഴിച്ചുകൊണ്ടിരുന്ന ഗുളികയ്ക്കുള്ള ആന്റി മെഡിസിൻ കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് ഡോക്ടർ പറയുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്ന് ഋതിക പറയുന്നു. തുടർന്ന് സാൻഡ്രയെ വിളിച്ച് ആംബുലൻസിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയാണ് ഋതിക. എന്നാൽ ഇതെല്ലാം മറിഞ്ഞു നിന്ന് അംബിക കേൾക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് അംബിക പെട്ടെന്ന് തന്നെ ദീപകിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഋതിക യാമിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി പുറത്തേക്ക് ഇറക്കുന്നതാണ്. അതേസമയം അംബിക അങ്ങോട്ടേക്ക് ചെന്ന് ഋതികയെ തടഞ്ഞു നിർത്തുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഇവക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും കൂടി വിധി എഴുതും, അത് അപ്പുവിനെ ബാധിക്കില്ലേ എന്ന് അംബിക ചോദിക്കുമ്പോൾ അതിനെ ശരിവെക്കുകയാണ് രാധമ്മയും കൊച്ചമ്മണിയും. ഋതികമോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടാകുമെന്ന് വേണു പറയുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, യാമിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് അംബിക പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന ജയൻ ആംബുലൻസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. തുടർന്ന് അംബിക വീണ്ടും അവരെ തടയാൻ മാറി നിൽക്കും നിങ്ങളുടെ മുമ്പിൽ നിന്ന്, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം പോലും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അംബികയെ തള്ളിമാറ്റി യാമിനിയുമായി അവിടെ നിന്ന് പോകുന്ന ഋതികയാണ് കാണിക്കുന്നത്. തുടർന്ന് അംബിക രാധമ്മയോടും വേണുവിനോടുമൊക്കെ തട്ടിക്കയറാൻ ശ്രമിക്കുമ്പോഴേക്കും സരസ്വതി ഇടയിൽ കയറി പറയുകയാണ്, അത് നീയാണ് ഇപ്പൊ ഇവിടെ പുറത്തു നിന്ന് വന്നയാള്, ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, ഇവരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കരണമടിച്ചു പോയിക്കുന്നത് ഞാനായിരിക്കും, ഓടി എന്റെ മുന്നിൽ നിന്ന് എന്ന് ദേഷ്യത്തോടെ സരസ്വതി പറയുമ്പോൾ ആകെ നാണം കെട്ട് തലകുനിച്ച് നിൽക്കുകയാണ് അംബിക. തുടർന്ന് കൊച്ചുമണി പറയുകയാണ്, അല്ലെങ്കിലും പാൽ കച്ചവടക്കാരിയൊക്കെ എങ്ങനെയാ മഹാറാണിയാകുന്നത്? ഇതുകൂടി കേൾക്കുമ്പോൾ അംബിക അവിടെ നിന്ന് ദേഷ്യത്തോടെ മുകളിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അംബിക ദീപകിനെ വിളിക്കുകയാണ്. എടാ, യാമിനെയും കൊണ്ട് ആംബുലൻസ് അതിലെയാണ് വരുന്നത്,
നീ ഒരു കാര്യം ചെയ്, ആ യാമിനെ അങ്ങ് വെട്ടിക്കൊന്നേക്ക്, പിന്നെ ഗുണ്ടകളെ കൊണ്ടാരെങ്കിലും ചെയ്യിപ്പിച്ചാൽ മതിയെന്നും അംബിക പറയുന്നു. പിന്നീട് കാണിക്കുന്നത് യാമിനെയും കൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. അതേസമയം ദീപക്കും സജിയും ആ ആംബുലൻസിനെ ഫോളോ ചെയ്തു പോവുകയും വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ആംബുലൻസിന്റെ മുന്നിൽ വട്ടം കൊണ്ട് വണ്ടിയിട്ടതിനു ശേഷം ആംബുലൻസിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നാണ് ആരുടെയോ ചവിട്ടേറ്റ് രണ്ടുപേരും ദൂരേക്ക് തെറിച്ചു വീഴുന്നത്. ഋതിക 2 ബോഡി ഗാർഡ്സിനെ കൊണ്ടായിരുന്നു ആംബുലൻസിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ 2 ബോഡി ഗാർഡും ചേർന്ന് ദീപകിനെയും സജിയെയും തല്ലി ചതയ്ക്കുന്നത് കാണിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന ഋതികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.